Good morning, dear students. Today, let's see handling data in business analytics. That is, if you get a set of data, how you can handle it, how you can work with it. That is what we are going to learn today. Topics included in today's class are data sets, missing data, and outliers. So, let's see one by one. First, we'll see what is a data set. That is, data set is a collection of related sets of information that is composed of separate elements. നമ്മളിപ്പം ഒരേപോലെ അതായത് ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റാസിനെ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുക, കളക്ട് ചെയ്ത് കൊണ്ടുവരിക, അതാണ് ഒരു ഡേറ്റ സെറ്റ്. സോ ഒരേ സെറ്റ് ഓഫ് ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി റിലേറ്റഡ് ടു ഈച്ച് അതർ, റൈറ്റ്? സോ ആ ഒരു സിംഗിൾ യൂണിറ്റ്, അതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ആസ് എ യൂണിറ്റ് ബൈ എ കമ്പ്യൂട്ടർ. Is a collection of related data which may be accessed individually or in combination. Okay, so they can be used, they can be accessed individually or in combination. So in data set, first let's see what is data cleaning. So in the term itself, it is clearly mentioned that cleaning the data which you have collected, right? So നമ്മളിപ്പോൾ കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് corrupt or inaccurate records from a record set or table or database, and refers to identifying incomplete, incorrect, inaccurate data and then replacing, modifying or deleting the dirty data. ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം നമ്മൾ കളയുക. ഇപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ എന്ത് സാധനം ചെയ്താലും what we are doing, we are collecting the data, right? നമ്മൾ അതെല്ലാം കളക്ട് ചെയ്ത ശേഷം ആവശ്യമില്ലാത്തതിനെ എല്ലാം നമ്മൾ ഒഴിവാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും, മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യും, ഇനാക്യുറേറ്റ് ഉണ്ടെങ്കിൽ അവരെയെല്ലാം നമ്മൾ ഒഴിവാക്കും, തെറ്റ് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ, എറർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യും. സോ അതാണ് ഒരു ഡേറ്റ ക്ലീനിങ്. Data cleaning techniques may be performed as batch processing through scripting or interactively with data cleaning tools. ഡേറ്റ ക്ലീനിങ് ടൂൾസ് ഉണ്ട്, ആ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള എല്ലാ പ്രോസസ്സും ബാച്ച്, അതായത് നമ്മൾ മുമ്പേ കണ്ടു, ഇറ്റ്സ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ ആ കോമ്പിനേഷൻ കമ്പൈൻഡ് എഫക്റ്റിനെയാണ് നമ്മൾ എപ്പോഴും മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ വീണ്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട് by user entry mistakes, so that data which happen to be that where something wrong has been happened, okay, so other may be due to entry mistakes, by correction in storage or transmission, or by various data dictionary descriptions of similar items in various stores. But അങ്ങനത്തെ തെറ്റുകൾ കൊണ്ടായിരിക്കും, അതായത് എൻട്രി മിസ്റ്റേക്സ് വരാം, കറപ്ഷൻ വരാം സ്റ്റോറേജിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരാം. അതേപോലെ ഡേറ്റ ഡിക്ഷണറിയുടെ ആ മീനിങ് അനുസരിച്ച് വേരിയസ് സ്റ്റോഴ്സിൽ നിന്നും കിട്ടുന്ന ഡേറ്റാസ് can be different. Okay, so അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്ത് വിടുന്നത്. അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, അവരെയൊക്കെ തെറ്റുള്ളതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഡേറ്റ ക്ലീനിങ്. Data cleaning examples: get rid of extra spaces, select and treat all blank cells, remove duplicates, highlight the errors, spell check, delete all, formatting. So നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും what is data cleaning. That is data sets. You got some data and we have related data. They were put together and they form as a data set, and then what we have to do is we have to clean the data set. Benefits of data cleaning: removes major errors and inconsistencies. Using tools to clean up data will make everyone more efficient, happier customers and fewer frustrated employees. Ability to map the different functions and what your data is intended to do. എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. തെറ്റില്ലാതെ ക്ലീൻ ചെയ്ത് കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കും, എംപ്ലോയീസ് ഫ്രസ്ട്രേഷൻ കുറച്ച് കുറയും. അതേപോലെ നമുക്ക് എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് ഡേറ്റ ക്ലീനിങ് കഴിയുമ്പോൾ മനസ്സിലാകും. ഡേറ്റ ക്ലീനിങ് പ്രോസസ് 6-step പ്രോസസ് ആണ്. ഫസ്റ്റ് ഇസ് മോണിറ്റർ ദ
errors. First you have to check the errors. Then standardize your processes. That is a standard format. It's important that you standardize the point of entry and check the importance of it. By standardizing your data process, you will ensure a good point of entry and reduce the risk of duplication. A standard format. Error entry correct identify risk correctinu. So our standardize the process. Okay. And the third step is validate the accuracy. So we standardize accuracy check here. Scrub for duplicate data. Duplication ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. So നമ്മളുടെ കയ്യിൽ ഒരു നല്ല ഡേറ്റ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ അനലൈസ് ചെയ്യുക. Whether everything has been done properly or not. Whether the validation has been properly done. Whether they have checked the duplication. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. ലാസ്റ്റ് ആണ് communicate with data team. Sorry, communicate with the team. നമ്മൾ ആ ഒരു ടീമിന്റെ അടുത്തോട്ട് നമ്മൾ കൈമാറുകയാണ്. അതാണ് last point. Okay, so adana process of data cleaning. Then ആദ്യമേ error check ചെയ്യുക, അതിനെ standardize ചെയ്യുക, accuracy check ചെയ്യുക, duplication, scrub for duplication, അതെല്ലാം നമ്മൾ മാറ്റി എല്ലാം clean ചെയ്ത് വെക്കുക. അതിനെ the data you will be having, right? So അതിനെ നമ്മൾ analyze ചെയ്യുക, then communicate with the team. അത് ടീമിലോട്ട് നമ്മൾ കൈമാറുകയാണ്, അവർക്ക് കൊടുക്കുകയാണ്. Next is missing data. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഡേറ്റ സെറ്റ് എന്താണെന്ന് കണ്ടു. ഡേറ്റ സെറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഇനി what is missing data? So let's see that. Missing data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഡേറ്റാസ് കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ചിലയിടത്തൊക്കെ മിസ്സിങ്സ് കാണും. നമുക്ക് ഒരേ ഫോമാറ്റിലാണ് റിലേറ്റ് ചെയ്ത് ഒരേ ഡേറ്റാസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഡേറ്റാസിൽ ചിലപ്പോൾ ഇപ്പം സപ്പോസ് എല്ലാ ഡേറ്റാസിലും നമ്മൾ മെയിൽ ഫീമെയിൽ അവരുടെ എല്ലാവരുടെയും നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് ഇൻഫോർമേഷൻസിൽ ഹൈ ഇൻകംസ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ജെൻഡറോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. സോ അപ്പോൾ അതിൽ ചിലപ്പം മിസ്സിങ്സ് വരാം, എഴുതാത്തത് വരാം അല്ലേ. നമ്മളിപ്പോൾ എഴുതിയെടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഡേറ്റാസ് മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ നാച്ചുറലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തിലൂടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് നോക്കാം മിസ്സിംഗ് ഡേറ്റ എന്താണ്. Missing data is a common problem and people use various methods to deal with it. Missing data can occur because of non-response. No information is provided for several times or no information is provided for a whole unit. നമുക്ക് ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടാത്ത അവസ്ഥ. ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടാറില്ല. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ പാസ് ചെയ്തു, മസ്റ്റ് എന്ന് പറഞ്ഞ് വിടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിർബന്ധമായിട്ടും എല്ലാവരും മാർക്ക് ചെയ്ത് വിടുന്നത്. ചിലത് നിർബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണും, അതിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടാതെയും ഇരിക്കാം, ബട്ട് അത് ആവശ്യമുള്ളതുമായിരിക്കും. സോ അങ്ങനെയുള്ള നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആ ഒരു മിസ്സിംഗ് ഡേറ്റയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിനെ നമ്മൾ അതിന്റെ ഫോം വഴി നമ്മൾ കണ്ടെത്തും. ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മളിപ്പം പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് മിസ്സിംഗ് ഡേറ്റ. ഇനി മിസ്സിംഗ് ഡേറ്റാസ് എങ്ങനെയൊക്കെ സംഭവിക്കാം? സ്ട്രക്ചറലി മിസ്സിംഗ് data. That is, structurally missing data is data that is missing for a logical reason. That is, it should not exist. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടാൽ അറിയാം, ടേബിൾ ഏജ് ഓഫ് യങ്ങസ്റ്റ് ചൈൽഡ്, അതാണ് നമ്മളുടെ ടേബിളിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നത്. സോ ഇവിടെ ഈ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 ആൻഡ് നമ്പർ 3 അവര് ഏജ് ഓഫ് യങ്ങസ്റ്റ് ചൈൽഡ് ഇട്ടിട്ടില്ല അല്ലെ. അതെന്തുകൊണ്ട് അവര് ഇവിടെ ഇപ്പം ഇടാതിരിക്കുന്നതെന്ന് ബാക്കി എല്ലാവരുടെയും ഇട്ടിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ഗസ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ദിസ് ഇസ് ബിക്കോസ് ദീസ് പീപ്പിൾ ഹാവ് നോ ചിൽഡ്രൻ. അതാണ് സ്ട്രക്ചറലി മിസ്സിംഗ്. സോ അവർക്ക് ചിൽഡ്രൻ ഇല്ല, അതുകൊണ്ടാണ് ആ 2 സെല്ലും എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. സോ അതാണ് സ്ട്രക്ചറലി മിസ്സിംഗ്. ഓക്കെ, പർപ്പസ് ആയിട്ടല്ല, അതവിടെ ഇല്ല. സോ നമ്മൾ അവിടെ ആ ഒരു ടൈപ്പ് ഓഫ് മിസ്സിംഗ് ഡേറ്റ. ഓക്കെ, and the next one is missing completely at random. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ there is no relationship between whether a data point is missing and any values in the data set missing or observed. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ഇത് ക്ലിയർ ആവും. missing completely at random എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ what is likely income of fourth observation? fourth observationന്റെ ഇൻകം ബ്ലാങ്ക് ആയിട്ട് കിടക്കാണ്. ഇവിടെ നമ്മൾ
50% low income കാണിച്ചിട്ടുണ്ട്, 50% high income കാണിച്ചിട്ടുണ്ട്. അതായത് ഒന്നുകിൽ high കൊടുക്കാം അല്ലെങ്കിൽ low കൊടുക്കാം. ഇവിടെ നമുക്ക് ആ ഒരു 4th റോയിൽ കിടക്കുന്ന ആ ഫീമെയിൽ പേഴ്സൺസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒന്നും യാതൊരു റിലേഷനും ഇല്ലാന്ന് ഒന്ന് വിചാരിച്ച്, റിലേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൈ എന്നോ ലോ എന്നോ ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. മനസ്സിലായി? സോ അതങ്ങനെ മിസ്സാവാനും പാടില്ല. നമ്മൾ അത് എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യാറുണ്ട്, എന്നാലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു ടൈപ്പില് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്നുള്ള ടൈപ്പില് ഇവിടെ അവര് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. സോ അതാണ് ഒരു മിസ്സിംഗ് ഡേറ്റ. ഓക്കെ, ഇനി ഇവിടെ എക്സാമ്പിൾ ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ടേബിൾ ദ സിംപ്ലസ്റ്റ് അപ്രോച്ച് ഈസ് ടു നോട്ട് that 50% of the other people have high income and 50% has low income. We could assume therefore that there is a 50% chance she has a high income and 50% chance of low income. This is known as assuming that the missing value missing completely at random. When we make this assumption, we are assuming that whether or not the person has missing data is completely unrelated to the other information in the data. So adana missing completely at random. നമുക്ക് യാതൊരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ നമുക്ക് ഡേറ്റാസ് വെക്കാൻ പറ്റില്ല. അതാണ് ആ ഒരു മിസ്സിംഗ് ഡേറ്റ. അടുത്തത് മിസ്സിംഗ് അറ്റ് റാൻഡം. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവര് തമ്മിൽ റിലേഷൻ ഉണ്ട്. മുമ്പേ നമ്മൾ റിലേഷൻ ഇല്ല, 4th റോയിൽ കിടക്കുന്ന ഫീമെയില് ബാക്കിയുള്ള റോസിൽ കിടക്കുന്നവരുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്തവരാണ്. ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഒന്ന് വെച്ചിട്ടും ഫില്ല് ചെയ്യാൻ പറ്റില്ല. ബട്ട് ചാൻസ് ഉണ്ട്, 50% ലോ ആയിരിക്കാം, 50% ഹൈ ആയിരിക്കാം. ബട്ട് വി കനോട്ട് യൂസ് ഇറ്റ്. ഓക്കെ, ഇവിടെ ആവുമ്പോഴത്തേക്കും അവര് തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു എക്സാമ്പിളില് നോക്കിയേ, 3rd റോ അത് 30 or more ആണ് ഫീമെയിൽ, അത് ഹൈ ആണ് ഇൻകം. അടുത്ത നമ്പർ 5 30 or more, അതും ഹൈ ആണ്. സോ ഇവിടെ ഇവര് രണ്ടുപേരും ഹൈ ആയതുകൊണ്ട് നമുക്ക് 4th റോയിലും ഹൈ എന്ന് വേണമെങ്കിൽ എഴുതാം. അതാണ് അവര് തമ്മിൽ റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സാധിക്കുന്നത്. കഴിഞ്ഞ ടേബിളിൽ കഴിഞ്ഞ ആ സെക്കൻഡ് മെത്തേഡിലാണെങ്കിൽ അവര് തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നില്ല. സോ അപ്പൊ നമുക്ക് അവിടെ ഒന്നും എഴുതാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഇവര് തമ്മിൽ റിലേഷൻ ഉണ്ട്, അത് 4th റോ ആയിട്ട് അവർക്ക് റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഹൈ എന്നും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതാണ് ആസ് എ റിസൾട്ട് വി ക്യാൻ predict that the missing value should be high. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ അവര് തമ്മിൽ റിലേഷൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവര് ഹൈ ആയതുകൊണ്ട് ഇതും ഹൈ ആയിരിക്കാം, ഹൈ ആണ് എന്നുള്ള ഒരു അസംഷനിൽ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. Note that the idea of prediction does not mean we can perfectly predict a relationship. Perfect ആവണം എന്നില്ല. All that is required is a probabilistic relationship. ഒരു പ്രോബബിലിറ്റി ആണ്, അത് വെച്ച് നമ്മൾ അത് ഫില്ല് ചെയ്ത് പോകുന്നു. ഓക്കെ, മനസ്സിലായല്ലോ ആ 3 മെത്തേഡും, സ്ട്രക്ചറിലെയും മിസ്സിംഗ് ഡേറ്റ കംപ്ലീറ്റ്ലിയും മിസ്സിംഗ് ഡേറ്റ റാൻഡം. ഇനി 4ാമത്തെ മെത്തേഡ് മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം. അതോടെ എക്സാമ്പിളില് people with very low incomes and very high incomes tend to refuse the answer. ചിലർ ആൻസർ തരാനേ നമുക്ക് താല്പര്യപ്പെടാറില്ല. സോ അങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ട്. ഏറ്റവും കുറവ് സാലറി ഉള്ളവരും ഏറ്റവും കൂടുതൽ സാലറി ഉള്ളവരും ആ ഒരു റേഞ്ച് തരുന്നതേ ഇല്ല, നമുക്കത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല, അവർ തരില്ല. സോ അങ്ങനത്തെ ഒരു കേസാണ് മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം. Or there could be some other reason we just do not know. This is known as missing not at random data and also as non-ignorable missing data. That's the first point. It may be the case that we cannot confidently make any conclusions about the likely value of the missing data. നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കില്ല, ബിക്കോസ് അവർ തരുന്നില്ല. Then how can we? സോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ട മെത്തേഡ്സിലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ ഇവിടെ ഗസ് ചെയ്യായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള ആളുകൾ തന്നിട്ടേ ഇല്ല. സോ നമുക്ക് ഗസ്സിംഗ് പരിപാടി ഇവിടെ പറ്റില്ല. അതാണ് മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം. ഓക്കെ, ഇനി സോ നൗ നമ്മളിപ്പോ മിസ്സിംഗ് ഡേറ്റാസ് എന്താണെന്ന് കണ്ടു. ഇനി ഇവിടെ മിസ്സിംഗ് ഡേറ്റ ഹാൻഡ്ലിംഗ്. ഇനി നമുക്ക് പല രീതിയിൽ അത് ഫില്ല് ചെയ്യാം. എല്ലാം നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റാത്തതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കി അങ്ങനെ നമ്മൾ ഡേറ്റാസ് എല്ലാം എടുത്ത് വെച്ചു. ഇനി ആ മിസ്സിംഗ് ഡേറ്റാസ് മിസ്സിംഗ് ആവാൻ പാടില്ലല്ലോ. സോ ആ മിസ്സിംഗ് ഡേറ്റാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതാണ്. ഫസ്റ്റ് വൺ ഇസ് ഇഗ്നോർ ദ വാല്യൂസ്. അങ്ങനെയുള്ള വാല്യൂവിനെ നമുക്ക് ഒരു വിധം അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ വാല്യൂവിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. അതാണ് ഇഗ്നോർ ദ
values. Okay. And the second one is fill in the values with average value or mode. നമ്മൾ മറ്റുള്ള അത് റിലേറ്റ് ചെയ്തുള്ള വാല്യൂസിന്റെ ആവറേജ് വെച്ച് നമ്മൾ അല്ലെങ്കിൽ മോഡ് വെച്ചിട്ട് നമ്മൾ അതിനെ അങ്ങ് ഫിൽ ചെയ്യും. അതൊരു ടെക്നിക്. അല്ലെങ്കിൽ തേർഡ് വൺ ഫില്ലിംഗ് ദ വാല്യൂസ് with an attribute mean belonging to the same bin. ഒരേ ടൈപ്പുകാരുടെ ആ ഒരു മീൻ വാല്യൂ വെച്ച് നമ്മൾ അതിനെ ഫില്ല് ചെയ്യാം. ആവറേജ് ചെയ്യാം അല്ലെങ്കിൽ മീൻ വെച്ചിട്ട് നമുക്ക് അതിനെ ഫില്ല് ചെയ്യാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഡേറ്റ സെറ്റ് ഇൻകം ഇത്രയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ബിൻ 1 ബിൻ 2 ബിൻ 3 എന്ന് പാർട്ടീഷൻ ചെയ്തു. ബിൻ 1ന്റെ ആവറേജ്, ബിൻ 2ന്റെ ആവറേജ്, ബിൻ 3യുടെ ആവറേജ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആവറേജ് വാല്യൂ വെച്ചിട്ട് നമ്മൾ മിസ്സിംഗ് ഡേറ്റ ഫില്ല് ചെയ്ത് വിട്ടു. സോ ഇതൊക്കെ ചാൻസസ് ആണ്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻസ് ഒരിക്കലും നമുക്ക് അപ്രോപ്രിയേറ്റ് ആവില്ല. നമ്മൾ കണ്ടിരുന്നു ബിസിനസ് അനാലിറ്റിക്സിൽ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് വരെ ഉണ്ട്. സോ അതിലെല്ലാം ഡേറ്റ ഷുഡ് ബി ദെയർ, അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇവിടെ പക്ഷെ നമുക്ക് ഡേറ്റാസ് ഇല്ലതാനും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം, അവരെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ചില ലൈൻസ് എടുത്ത് കളയാറുണ്ട് കാൽക്കുലേഷൻസിൽ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മീൻ വെച്ച് അവരെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മോഡ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. ആ ഒരു സെറ്റ് ഓഫ് ടീമിന്റെ ഡിസിഷൻ ആണ്. അത് കൺസിഡർ ചെയ്ത് നമുക്ക് ഡേറ്റാസ്, മിസ്സിംഗ് ഡേറ്റാസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് മിസ്സിംഗ് ഡേറ്റയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് എന്താ? ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ, അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ഔട്ട്ലയേഴ്സ്. ഓക്കെ, സോ ഇവിടെ ഔട്ട്ലയർ ഇസ് എ പീസ് ഓഫ് ഡേറ്റ ദാറ്റ് ഇസ് ആൻ അബ്നോർമൽ ഡിസ്റ്റൻസ് ഫ്രം അതർ പോയിന്റ്സ്. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുക, മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുക, അതാണ് ഔട്ട്ലയേഴ്സ്. It is a data that lies outside other values in the set. Maybe due to variability in measurement. എന്തെങ്കിലും മെഷർമെന്റിന്റെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റിന്റെ തെറ്റുകൊണ്ടോ ചാൻസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും ആ ഒരു സംഭവം അവിടെ നടക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഔട്ട്ലയർ മൈനിങ്. ഔട്ട്ലയർ നമ്മൾ കണ്ടെത്തുകയാണ്, അതാണ് ഔട്ട്ലയർ മൈനിങ്. അതിന് രണ്ട് ഫേസ് ഉണ്ട്. ഫസ്റ്റ് എന്താ? ഐഡന്റിഫൈങ് ദ ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ ഇൻ ദ ഇൻപുട്ട് ഡേറ്റാബേസ്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റയെ ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് ഔട്ട്ലയേഴ്സ് ഓർ ഡീവിയന്റ് ഡേറ്റ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഡേറ്റാസ് കിട്ടി, അതിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഔട്ട്ലയർ മൈനിങ്ങിന്റെ രണ്ട് ഫേസ്. ഇനി ദ പ്രോസസ് ഈസ് കോംപ്ലിക്കേറ്റഡ് ഇൻ കേസ് ഓഫ് ഡേറ്റ ഇൻവോൾവിംഗ് മൾട്ടി ഡയമെൻഷൻസ് ആൻഡ് കാറ്റഗോറിയൽ ആട്രിബ്യൂട്ട്സ്. ചില കേസിൽ നമുക്ക് നാച്ചുറലി അവിടെ ബുദ്ധിമുട്ടാണ് ഡേറ്റാസിനെ, ഔട്ട്ലയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, ഐഡന്റിഫൈങ് എക്സെപ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് ഏരിയ ഈസ് ഈസിയർ വെൻ കമ്പയർഡ് ടു ദർ കാറ്റഗോറിയൽ കൗണ്ടർപാർട്സ്. 3 types ആണ് ഔട്ട്ലയേഴ്സിന്: പോയിന്റ് ഔട്ട്ലയേഴ്സ്, contextual outliers and collective outliers. So let's see one by one. First we'll see point outlier. Point outlier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പോയിന്റ്സ്, നമ്മളിപ്പോൾ ഒരു ഗ്രാഫിൽ കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ പോയിന്റ്സിൽ നിന്നും ഒരാൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ 1-2 പേര് മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കുന്നവരെയാണ് നമ്മൾ പോയിന്റ് ഔട്ട്ലയർ എന്ന് പറയുന്നത്. Okay, so then if an individual data point can be considered anomalous with respect to the rest of the data, that data is point outlier. ഒരു പോയിന്റ് മാറിയിരിക്കുന്നു, മറ്റുള്ളവരുടെ കൂടെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. സോ ആ ഒരു പോയിന്റ് ആണ് പോയിന്റ് ഔട്ട്ലയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഔട്ട്ലയർ ആണ് പോയിന്റ് ഔട്ട്ലയർ. ബാക്കി എല്ലാവരും ഒരുമിച്ച് അലൈൻഡ് അപ്പുറവും ഇപ്പുറവും ഉണ്ട്. സോ ഈ ഒരു പോയിന്റ് മാത്രം ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു. That is point outlier. Okay. In second one, contextual outliers. Contextual outliers, this can be detected using the values for the attributes in a specific context. A data point might be an outlier in a given context but could be considered normal in a different context. ഒരു സ്ഥലത്ത് അതൊരു ഔട്ട്ലയർ ആയിട്ട് വർക്ക് ചെയ്യാം, പക്ഷെ മറ്റുള്ള സ്ഥലത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും. These types of outliers have normally been explored in time series data and spatial data. Time series ഡേറ്റാസിലൊക്കെയാണ് നമ്മൾ ഇത് കൂടുതലും contextual outliers കാണുന്നത്. ബിക്കോസ് അത് ചില പ്ലേസിൽ അതങ്ങനെ തന്നെ വേണം, പക്ഷെ ചില പ്ലേസിലാവുമ്പോഴത്തേക്കോ നമുക്ക് അതുകൊണ്ട് അതൊരു ഔട്ട്ലയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേഴ്സസ് ടൈം, ഈ ഒരു ഗ്രാഫില് ഫുൾ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് ഒരു നമ്മൾ ബെൻഡ് ചെയ്ത് താഴെ വന്നിട്ട് ആണ് പോയിരിക്കുന്നത്. സോ പക്ഷെ ടൈം സീരീസ്
T2 നോക്കിയേ, അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അവിടെ ആ ഒരു ബെൻഡിങ് കുറച്ചും വ്യത്യാസമുണ്ട്. പക്ഷെ അതൊരു സാഹചര്യത്തിനനുസരിച്ച് അതൊരു ലൊക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സെയിൽസിന്റെ ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആ ഒരിടത്ത് അത് അങ്ങനെ തന്നെ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഔട്ട്ലയർ എന്ന് പറയുന്നത്. സോ പോയിന്റ്സ് ലേബിൾഡ് T1 and T2 represent same temperature value. Point T2 is considered as outlier. ഇവിടെ point T2നെയാണ് നമ്മൾ ഔട്ട്ലയർ എന്ന് പറയുന്നത്. ബിക്കോസ് ബാക്കി എല്ലാം ഒരു കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കർവ് മെയിൻറ്റെയിൻ ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ താഴോട്ട് പോയി. സോ അതാണ് ഇവിടെ നമുക്ക് T2നെ നമുക്ക് ഔട്ട്ലയർ എന്ന് പറയാൻ പറ്റുന്നത്. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ അതിന്റെ നേച്ചർ അനുസരിച്ച് അതിന്റെ സാധ്യതകൾ മാറും. ഓക്കെ. തേർഡ് വൺ ഇസ് കളക്റ്റീവ് ഔട്ട്ലയേഴ്സ്. മറ്റേ ഫസ്റ്റ് വൺ പോയിന്റ് ആയിരുന്നു, ഒരാളായിരുന്നു. ഇത് കളക്റ്റീവ്. ഇവിടാണ് ഗ്രൂപ്പ് ഓഫ് വരും. അതാണ് ഇഫ് എ കളക്ഷൻ ഓഫ് ഡേറ്റ പോയിന്റ്സ് ഇസ് അനോമാലസ് വിത്ത് റെസ്പെക്ട് ടു ദ എൻറ്റയർ സെറ്റ് ഓഫ് ഡേറ്റ. അതാണ് കളക്റ്റീവ് ഔട്ട്ലയേഴ്സ്. ആദ്യത്തേത് പോയിന്റ് ഔട്ട്ലയറിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നു. ഇവിടെ കളക്ഷൻ ഓഫ് ഡേറ്റ പോയിന്റ്സ് ആണ് അനോമാലസ് ആയിട്ട് ഇരിക്കുന്നത്. The individual data points inside the collection may not be outliers by themselves alone. Their occurrence together is as a collection of anomalies. അവരെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ they are not anomalous, അവർ ഔട്ട്ലയർ അല്ല. പക്ഷെ അവർ ഒരുമിച്ച് എടുക്കുമ്പോൾ they are kept as outliers. ഡയഗ്രം കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഡയഗ്രത്തിൽ ഈ ബ്ലാക്ക് സ്പോട്ട് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സർക്കിൾസ് അവര് ഒറ്റയ്ക്ക് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തേക്കാണ്. ബാക്കി എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് മാറി നിൽക്കുന്നു. സോ അത് അവിടെ ഒരു ഔട്ട്ലയർ ആയിട്ട് ആക്ട് ചെയ്യും. അത് ഔട്ട്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓഡ് മാൻ ഔട്ട്. നമ്മൾ എപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് ഓഡ് മാൻ ഔട്ട് അല്ലെ. സോ ആ ഒരു സെയിം ഫീച്ചർ ആണ് ഔട്ട്ലയേഴ്സിനകത്തിൽ വരുന്നത്. ബാക്കിയുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിട്ട് പോയിട്ട് ഇരിക്കുന്നു. സോ അതാണ് ഔട്ട്ലയേഴ്സ്. ഓക്കെ. സോ ഇന്നിപ്പോ നമ്മൾ കണ്ടത്, നമ്മൾ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഡേറ്റ സെറ്റ്സ് എന്താന്ന് പഠിച്ചു, മിസ്സിംഗ് ഡേറ്റ എന്താന്ന് പഠിച്ചു, ഔട്ട്ലയേഴ്സ് എന്താന്ന് പഠിച്ചു. ഇത് 3ഉം ബിസിനസ് അനാലിറ്റിക്സിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ബിസിനസ് അനാലിറ്റിക്സ് ഡേറ്റാസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ നമ്മൾ ബിസിനസ്സിനെ അനലൈസ് ചെയ്യുന്നു. സോ ആ ബിസിനസ്സിനെ അനലൈസ് ചെയ്യണമെങ്കിൽ യു നീഡ് ഡേറ്റ. ഓക്കെ. ആ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, അതിൽ നിന്നും എങ്ങനെ മിസ്സിംഗ് ഉള്ളവരെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ എടുത്ത് കളയാം, ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവരെ വേറെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ അത് കണ്ടു. ഔട്ട്ലയേഴ്സ് ഏതൊക്കെ ഡേറ്റാസ് ആണ് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ബിസിനസ് അനാലിറ്റിക്സിന്റെ കേസിൽ. ഓക്കെ. സോ ഈ 3 ടോപ്പിക്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. Hope you understood. Thanks for watching.